വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ മലയാളികളുടെ പ്രിയപ്പെട്ട നടിയായതാണ് കനിഹ. വിവാഹത്തിന് മുൻപ് ശേഷവും അഭിനയത്തിൽ സജീവമായ കനിഹ അഭിനയത്തെ പോലെ തന്നെ കുടുംബജീവിതത്തിന് തുല്യ പ്രാധാന്യമാണ് നൽകിയത്. മാത്രമല്ല സോഷ്യൽ മീഡിയയിൽ സജീവമായ കനിഹ തൻ്റെ വിശേഷങ്ങളെല്ലാം ആരാധകരെ സോഷ്യൽ മീഡിയയിലൂടെ അറിയിക്കാറുണ്ട്. ഇപ്പോഴിതാ മരിക്കുമെന്ന് ഡോക്ടർമാർ വിധി എഴുതിയിട്ടും ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന തൻ്റെ മകനെക്കുറിച്ച് സംസാരിക്കുകയാണ് കനിഹ. ദൃശ്യ ഞങ്ങളുടെ അത്ഭുത മകനാണ്. മരിക്കുമെന്ന് ഡോക്ടർമാർ വിധി എഴുതിയിട്ടും ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന പോരാളിയാണവൻ. അമേരിക്കയിലെ ഹോസ്പിറ്റലിലായിരുന്നു കനിഹയുടെ പ്രസവം. ജനിക്കുമ്പോഴേ കുഞ്ഞിന് ഹൃദയത്തിന് തകരാറുണ്ടായിരുന്നു. കുഞ്ഞിനെ കയ്യിൽ തന്നിട്ട് തിരികെ അവർ വാങ്ങി. ഒരു പക്ഷേ ഇനി അവനെ ജീവനോടെ കാണില്ലെന്ന് പറഞ്ഞു. തകർന്നു പോയി ഞാൻ. 10 മാസം ചുവന്ന് പ്രസവിച്ച എൻ്റെ കുഞ്ഞിൻ്റെ ജീവനാണ് എൻ്റെ കയ്യിൽ നിന്ന് തട്ടിയെടുക്കുന്നത്. ഞാൻ സങ്കടം സഹിക്കാനാക്കാതെ അലറിക്കരഞ്ഞു. ഓപ്പൺ ഹാർട്ട് ഓപ്പറേഷൻ നടത്താനാണ് ഡോക്ടറുടെ തീരുമാനം. പരാജയപ്പെട്ടാൽ കുട്ടിയുടെ മരണം ഉറപ്പ്. ഇനി അഥവാ വിജയിച്ചാൽ ജീവിതത്തിലേക്ക് കടന്നു വരാൻ ഒരുപാട് കടമ്പകൾ. പ്രാർത്ഥനയോടെ ഓരോ നിമിഷവും തള്ളി നീക്കി. അങ്ങനെ ഞാൻ മനസ്സൊരുക്കി കരഞ്ഞ് പ്രാർത്ഥിച്ചു. ആദ്യമായിട്ടാണ് ഒരു ജീവന് വേണ്ടി ഇങ്ങനെ കരഞ്ഞ് പ്രാർത്ഥിക്കുന്നത്. അതുവരെ നല്ല ജീവിതത്തിന് വേണ്ടി മാത്രമായിരുന്നു പ്രാർത്ഥിച്ചിരുന്നത്. ഓരോ ദിവസവും എന്നെക്കൊണ്ട് പല പേപ്പറുകളിൽ ഒപ്പിടിയിപ്പിച്ചു. കുഞ്ഞിൻ്റെ ജീവൻ അപകടത്തിലാണെന്നോ എന്തെങ്കിലും പറ്റിയാൽ ഹോസ്പിറ്റലും ഡോക്ടർമാരും ഉത്തരവാദികളല്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള സമ്മതപത്രങ്ങളാണവ. ഒടുവിൽ 50-ാം ദിവസമാണ് എനിക്ക് എൻ്റെ കുഞ്ഞിനെ കാണാൻ പറ്റിയത്. സൂചി കുത്താത്ത ഒരിടമുണ്ടായിരുന്നില്ല കുഞ്ഞു ശരീരത്തിൽ. 2 മാസം തൻ്റെ മകൻ മരണത്തോട് പോരാടി വിജയിച്ച് ജീവിതത്തിലേക്ക് തിരിച്ചെത്തി. മോൻ്റെ നെഞ്ച് മുഴുവൻ ഓപ്പറേഷൻ കഴിഞ്ഞ തുന്നിൻ്റെ അടയാളങ്ങളുണ്ട്. സൂചി മുന ഏൽക്കാത്ത ഭാഗങ്ങൾ തൻ്റെ മോൻ്റെ ശരീരത്തിൽ ഇല്ല എന്നും കനിഹ പറയുന്നു. ഇതുവരെ താൻ എന്തിനു വേണ്ടി പ്രാർത്ഥിച്ചോ അതൊന്നുമല്ല ജീവിതം എന്ന് മനസ്സിലാക്കിയത് തൻ്റെ മോൻ്റെ ഈ അവസ്ഥയ്ക്ക് ശേഷമാണ് എന്ന് കനിഹ പറയുന്നു. ഇന്ന് തൻ്റെ മകൻ പൂർണ്ണ ആരോഗ്യത്തോടും സന്തോഷത്തോടും കൂടിയുള്ള ജീവിതം നയിക്കുന്നു എന്നും കനിഹ പറയുന്നു.